ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ട്രിവാൻഡ്രമാണ്. നമുക്ക് നമ്മുടെ പോർട്ടിലെ ബ്രേക്ക് വാട്ടർ ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ ഇവ മൂന്നും വ്യക്തമായി കാണുന്നതോടൊപ്പം തന്നെ പോർട്ടിലെ 8 STS ക്രെയിനിൽ 4 STS ക്രെയിനിന്റെ ബോം പൂർണ്ണമായിട്ടും റൈസ് ചെയ്ത് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ബർത്ത് 800 മീറ്ററും അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ യാർഡ് പോർഷൻ വരുന്നത്. നമ്മുടെ ബ്രേക്ക് വാട്ടർ ആവട്ടെ നിലവിൽ 2960 മീറ്ററാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിൽ നിന്നും വളരെ ഫാസ്റ്റായിട്ട് ടഗ് ഔട്ടർ ആങ്കറേജിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് പോർട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഏതാണ് ആ ടഗ് എന്നൊക്കെ നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. അതെ, ഡോൾഫിൻ 27 ആണ് ഇപ്പോൾ പോർട്ടിന് പുറത്തേക്ക് പോകുന്നത്. ഈ ഡോൾഫിൻ 27ന്റെ ഉള്ളിൽ കയറി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും കാണാനായി സാധിക്കും. ടക്കിന്റെ സ്പെസിഫിക്കേഷൻ ഉൾപ്പെടെ ഡീറ്റെയിലിംഗ് ഉൾപ്പെടെ നമ്മൾ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ഡോൾഫിൻ 27 ആണ് ഇപ്പോൾ പോകുന്നത്. പോർട്ടിലെ പടക്കുതിരകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഡോൾഫിൻ 26, 27, 28, 29 അങ്ങനെ 4 ചഗ്ഗുകളാണ് നമ്മുടെ പോർട്ടിലുള്ളത്. അതിൽ 27 ആണ് ഇപ്പോൾ പോർട്ടിലെ പൈലറ്റുമായിട്ട് നമ്മുടെ ഔട്ടർ ആങ്കറേജിലേക്കാണ് കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം, ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പൊസിഷൻ കാണാം. ഏതാണ് ആ കപ്പൽ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു അൾട്രാ ലാർജ് വെസലാണ് ഇപ്പോൾ ഈ പറയുന്ന ഔട്ടർ ആങ്കറേജിൽ നിന്നും നമ്മുടെ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ദൂരെയാണ് കപ്പലുള്ളത്. നമുക്ക് കപ്പലിനൊന്ന് സൂം ചെയ്ത് നോക്കാം. ഉണ്ടോ, ചെറിയൊരു മഞ്ഞുണ്ട്, എന്നാലും വളരെ ദൂരെയാണ് കപ്പലുള്ളത്. ഇനി നമ്മുടെ ഈ കപ്പലിനെ പോർട്ടിലെ പൈലറ്റ് പോയി. പോർട്ടിലെ പൈലറ്റാണ് ഇനി പൂർണ്ണമായിട്ടും കപ്പൽ ചാലിലൂടെ ബെർത്തിങ് വരെ മൂറിങ് വരെ പൂർണ്ണ കൺട്രോൾ ചെയ്യുന്നത് പോർട്ടിലെ പൈലറ്റും നമ്മളിപ്പോൾ കാണുന്ന ചഗ്ഗുകളുമാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ കപ്പലാവട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പെട്ട കപ്പൽ ശ്രേണിയിൽപ്പെട്ട കപ്പൽ തന്നെയാണ്. ഏതാണ് ആ കപ്പൽ എന്നും കപ്പലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ കപ്പൽ വരുമ്പോഴുള്ള ട്രാൻസ്ഷിപ്മെന്റിന്റെ ചേഞ്ചസുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ടഗ് ബോട്ടുകളാണ്. നേരത്തെ പോർട്ടിലെ പൈലറ്റിനെ കൊണ്ടുപോയ പൈലറ്റ് നമ്മുടെ കപ്പൽ പ്രവേശിച്ചിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ കപ്പൽ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പോർട്ടിലെ പൈലറ്റ് തന്നെയാണ്. ഇപ്പോൾ കപ്പൽ ചാലിലേക്ക് കപ്പൽ പ്രവേശിക്കുന്നതിനായി വളരെ സാവധാനം തിരിഞ്ഞു വരുന്ന ഒരു മനോഹരമായ ദൃശ്യമുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ തിരിഞ്ഞു വരുന്നത് കാണാൻ, വലിയൊരു കപ്പൽ തിരിഞ്ഞു വരുന്നത് കാണാൻ ഒരു മനോഹര ദൃശ്യം തന്നെയാണ്. MSCയുടെ ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതോടൊപ്പം കപ്പലിന്റെ പേര് വ്യക്തമല്ല, മാസ്ട്രോ എന്ന് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് കാണാനായി സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലൂടെ തന്നെയാണ് ഈ അൾട്രാ ലാർജ് വെസൽ കപ്പൽ ചാലിലൂടെ പ്രവേശിച്ച് നമ്മുടെ പോർട്ടിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് A to Z നമുക്കറിയാവുന്നതുപോലെ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ലാർജ് വെസലും അൾട്രാ ലാർജ് വെസലും ഫീഡർ വെസലും കാണുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ കപ്പലിന്റെ ഡീറ്റെയിൽ നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ കപ്പൽ തിരിഞ്ഞു വരുന്ന സമയത്ത് MSC നിക്കോള മാസ്ട്രോ എന്നൊരു പേര് നമുക്ക് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും കപ്പൽ തിരിയുന്ന ഒരു കാഴ്ച വളരെ മനോഹരമാണ്. അതായത് നമ്മുടെ കപ്പലിന്റെ ബോർഡിംഗ് പോയിന്റ് മുതൽ നമ്മുടെ കപ്പൽ ചാൽ വരെ ഇപ്പോൾ കപ്പൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഇനി കപ്പൽ ചാൽ ആരംഭിക്കുക. ബോയെല്ലാം നമുക്ക് സൈഡിലായിട്ട് കാണാനായി സാധിക്കും. നിലവിൽ 2 ടഗ്ഗാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതൊരു അൾട്രാ ലാർജ് വെസൽ ആയതിനാൽ, ഡെഡ് വെയിറ്റ് കൂടുതലായതിനാൽ ഈ കപ്പലിന് 4 ചഗ്ഗാണ് വരേണ്ടത്. ഈ കപ്പൽ ഏറ്റവും പുതിയൊരു കപ്പൽ തന്നെയാണ്. ഏറ്റവും പുതിയൊരു കപ്പൽ എന്ന് പറയുമ്പോൾ ഡേറ്റ് 15/6/2023 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. 399.9 മീറ്ററാണ് കപ്പലിന്റെ ലെന്ത് എന്ന് പറയുന്നത്. 61.5 മീറ്ററാണ് കപ്പലിന്റെ ബീം അല്ലെങ്കിൽ ബെർത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീതി എന്ന് പറയാം. 33.2 മീറ്ററാണ് കപ്പലിന്റെ ഡെപ്ത്. 18 മീറ്ററാണ് കപ്പലിന്റെ മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. 21 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലിന് 24,116 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാനായി സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത് 3ാമത്തെ ടഗും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്യാം. ഫസ്റ്റ് വന്ന് ഡോൾഫിൻ 27. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഡോൾഫിൻ 26 ആണ്. ഡോൾഫിൻ 28 അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഡോൾഫിൻ 29 കൂടി വന്നാൽ മതി. ഇത് 3ാമത്തെ ടഗാണ്. ഇതിൽ മാക്സിമം കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്നത് 24,116 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പലിന് 2026 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പലിന്റെ ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത്
2,72,347 അതുമാത്രമല്ല ഈ കപ്പലിന്റെ എഞ്ചിൻ മേക്ക് ചെയ്തിട്ടുള്ള സ്വിറ്റ്സർലാൻഡാണ്. വിൻഡർസർ എന്ന് പറയുന്ന കോർപ്പറേറ്റ് ലിമിറ്റഡിലാണ് ഇത് എഞ്ചിൻ മേക്ക് ചെയ്തിട്ടുള്ള. എഞ്ചിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് വിൻ GD11X92 ആണ്. പവർ 60,080 കിലോവാട്ട് ആണ്. RPM 80 ആണ്. 16 ക്രൂ മെമ്പേഴ്സുമായിട്ടാണ് നമ്മുടെ പോർട്ടിലേക്ക് വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നാണ് ഈ കപ്പൽ എത്തിയിട്ടുള്ളത്. MSC നിക്കോള മാസ്ട്രോ എന്ന് പറയുന്ന നൈൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലൂടെ വളരെ സാവധാനം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കപ്പൽ ഇപ്പോൾ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ടഗിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 4 ടഗാണ് നമ്മുടെ ഈ കപ്പലിന് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യുക. കാരണം കപ്പലിന് ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത് 2,72,347 ആണ്. നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറയുണ്ടായി നമ്മുടെ പല കപ്പലിനും പല ടഗുകളാണ്, പല ടഗുകളാണ്. പല ടഗുകൾ എന്ന് പറയുമ്പോൾ നിലവിൽ ഫീഡർ വെസലുകൾക്ക് ചില ഫീഡർ വെസൽസ് 1 ടഗ് മതി, ഈ ചിലപ്പോൾ 2 ടഗ് വേണ്ടി വരും. സൈസിന്റെയും ഡെഡ് വെയിറ്റിന്റെയും ബേസിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ ലാർജ് വെസലുകൾക്കാണെങ്കിൽ 3 ടഗാണ്. നമ്മുടെ ഈ മുന്നിൽ കാണുന്ന അൾട്രാ ലാർജ് വെസലുകൾക്ക് 4 ടഗുകളാണ് വരുന്നത്. ഇപ്പോൾ MSC നിക്കോള മാസ്ട്രോ എന്ന് പറയുന്ന പേര് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. MSCയുടെ ബാഡ്ജിങ് വളരെ വ്യക്തമാണ്. അതുമാത്രമല്ല ചെറിയൊരു ഡ്രാഫ്റ്റിലാണ് നമ്മുടെ പോർട്ടിലേക്ക് വരുന്നത്. ചെറിയൊരു ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 11.5 മീറ്റർ ആണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഡ്രാഫ്റ്റ് എത്രയാണെന്നറിയാം. പല പോർട്ടിലും ചില പോർട്ടിലൊന്നും നിലവിൽ 11.5 മീറ്റർ വലിയ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ പോർട്ടിൽ നാച്ചുറൽ ആയിട്ട് തന്നെ 20 മുതൽ 23 മീറ്റർ വരെ അല്ലെങ്കിൽ 22 മീറ്റർ വരെ ആഴമുള്ളതിനാൽ ഇതൊരു വളരെ ചെറിയൊരു ഡ്രാഫ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റെക്കോർഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 16.8 മീറ്റർ ആണ് റെക്കോർഡ് ഡ്രാഫ്റ്റ് നമ്മുടെ പോർട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. അതിനാൽ നമുക്കിതൊരു ചെറിയ ഡ്രാഫ്റ്റ് തന്നെയാണ്. മിക്ക അൾട്രാ ലാർജ് വെസലും വരുന്നത് 16.5 മീറ്റർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന്റെ ഡ്രാഫ്റ്റ് നോക്കാം. അത് മാത്രമല്ല നമുക്ക് ബൾബസ് ബോ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. ഒരു അൾട്രാ ലാർജ് വെസലിന്റെ ബൾബസ് ബോ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അങ്ങനെ പറയാൻ കാരണം നമ്മുടെ പോർട്ടിൽ വന്ന അൾട്രാ ലാർജ് വെസൽ എല്ലാം 16.5 മീറ്റർ ഡ്രാഫ്റ്റോടെ വന്നതിനാൽ നമുക്ക് ഈ ബൾബസ് ബോ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിച്ചിരുന്നില്ല. ഫീഡർ വെസലും ലാർജ് വെസലിനെയും കണ്ടിട്ടുണ്ടെങ്കിൽ അൾട്രാ ലാർജ് വെസൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. മാർക്കിംഗ് വളരെ വ്യക്തമാണ്. കാരണം 2023 ബിൽഡ് ചെയ്ത ഷിപ്പ് ആയതിനാൽ മാർക്കിംഗ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല കപ്പലിന്റെ ആങ്കറും നമുക്ക് കാണുന്നതോടൊപ്പം കപ്പലിന്റെ ഏറ്റവും മുന്നിലെ പോർഷൻ, ഏറ്റവും ഹൈറ്റുള്ള പോർഷൻ അല്ലെങ്കിൽ ബ്രിഡ്ജിൽ നിന്ന് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരേ ഒരു പോർഷനാണ് ഫോർമാസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫോർമാസ്റ്റ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നാവിഗേഷൻ ലൈറ്റ് ഉൾപ്പെടെ ഫോർമാസ്റ്റിൽ കണക്ഷൻ വരുന്നുണ്ട്. ഇനിയാണ് കപ്പലിന്റെ ഏറ്റവും പ്രധാന പോർഷൻ എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന ബ്രിഡ്ജ് പോർഷനാണ് വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നത്. വളരെ തെളിഞ്ഞ കാലാവസ്ഥ ആയതിനാൽ വളരെ വ്യക്തമായിട്ട് ബ്രിഡ്ജ് പോർഷൻ കാണാനായി സാധിക്കും. ബ്രിഡ്ജ് പോർഷൻ എന്ന് പറയുമ്പോൾ നിലവിൽ ബ്രിഡ്ജ് വിങ് ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ 2 പോർഷനിലേക്ക് 2 സൈഡിലായിട്ട് കാണുന്ന പോർഷനാണ് ബ്രിഡ്ജ് വിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ അൾട്രാ ലാർജ് വെസലുകൾക്ക് നമ്മുടെ ഈ വീൽ ഹൗസ് എന്ന് പറയുന്ന ഗ്ലാസ് പോർഷൻ വളരെ വലിയ ഗ്ലാസ് പോർഷനാണ് ഉള്ളത്. അല്ലെങ്കിൽ ബ്രിഡ്ജിന്റെ വളരെ ചെറിയൊരു പോർഷനായിരിക്കും വീൽ ഹൗസ് വരിക. പക്ഷേ ഇപ്പോൾ അൾട്രാ ലാർജ് വെസലുകൾക്കെല്ലാം വീൽ ഹൗസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ പോർട്ടിലെ പൈലറ്റും കപ്പലിലെ ക്യാപ്റ്റനും നമുക്ക് വളരെ ചെറുതായിട്ട് കാണാനായി സാധിക്കും. വളരെ ദൂരെയാണ് കപ്പലുള്ളത്, എന്നാലും മാക്സിമം സൂമിങ്ങിലൂടെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. നമ്മുടെ ബ്രിഡ്ജ് പോർഷന്റെ മുകളിലാണ് ഈ മങ്കി ഐലൻഡ് വരുന്നത്. ഈ മങ്കി ഐലൻഡിലാണ് നമ്മുടെ ഈ പറയുന്ന നാവിഗേഷൻ എക്യുപ്മെന്റ്സ്, റഡാർ, സിഗ്നൽ മാസ്റ്റ് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം ഇന്ത്യയുടെ അഭിമാനമായ നമ്മുടെ രാജ്യത്തിന്റെ ഫ്ലാഗ് അൾട്രാ ലാർജ് വെസലുകളിൽ പാറിപ്പറക്കേണ്ട കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പോർട്ട് തന്നെയാണ്. അത് ഈ കപ്പലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC അയർനെയിലും വളരെ ആവേശത്തോടെ പാറിപ്പറന്ന് നടന്ന ഇന്ത്യയുടെ ഫ്ലാഗ് ഉയരത്തിൽ പാറിപ്പറക്കുന്നതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായതിനാൽ ലോകത്തിലെ ഇനിയും പുതിയ കപ്പലല്ല, ഇനി ഏത് കപ്പലിലും നമ്മുടെ ഫ്ലാഗ് പാറിപ്പറക്കും. കാരണം ഏകദേശം 156 കപ്പലുകളാണ് ഇതേ സമയത്ത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 156 മുതൽ 160 കപ്പലിനകത്ത് നമ്മുടെ പോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കപ്പലുകൾ, അത് ഫീഡർ വെസലാവട്ടെ, ലാർജ് വെസലാവട്ടെ, അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലും നമ്മുടെ പോർട്ടിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കപ്പലിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നിൽ ബ്രിഡ്ജ് പോർഷന്റെ സൈഡിലായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന ലൈഫ് ബോട്ടാണ്. ലൈഫ് ബോട്ട് വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം ബ്രിഡ്ജ് സൈഡ് വിങ്, അതായത് ബ്രിഡ്ജ് വിങ് ഉൾപ്പെടെ ഈ പറയുന്ന
ഓരോ നിലയും സ്റ്റെയർ ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല MSC മാസ്ട്രോ എന്ന് പറയുന്ന ഈ പറയുന്ന ബാഡ്ജിങ് വളരെ വ്യക്തമാണ്. നിക്കോളസ് മാർജിങ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല കപ്പലിൻ്റെ ലാഡർ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഇതാണ് കപ്പലിലെ ലാഡർ. അതായത് കപ്പൽ നമ്മുടെ പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഇൻസ്പെക്ഷൻ വിങ് ഉണ്ട്. ഈ ഇൻസ്പെക്ഷൻ വിങ് നമ്മുടെ കപ്പലിനകത്ത് പ്രവേശിച്ചതിന് ശേഷം ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ കപ്പൽ കാണുന്ന കണ്ടെയ്നറുകൾ, അത് ട്രാൻസ്ഷിപ്മെന്റ് ആവട്ടെ പോർട്ടിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ഈ ഇൻസ്പെക്ഷൻ ടീം കപ്പലിനകത്ത് പ്രവേശിക്കണം. അതിനു വേണ്ടിയുള്ള ലാഡറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യും. കാരണം കപ്പൽ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന വീഡിയോ ഉൾപ്പെടെ നമുക്ക് തീർച്ചയായിട്ടും കാണാനായി സാധിക്കും എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല നമുക്ക് സൂം ചെയ്ത് അറിയേണ്ടത് നമ്മുടെ ഈ പറയുന്ന കറണ്ട് ഡ്രാഫ്റ്റ് ആണ്. ഞാൻ 10.5 മീറ്റർ ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. കണ്ടോ, നിലവിൽ കപ്പൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ഡ്രാഫ്റ്റിന്റെ വേരിയേഷനായി കാണാൻ സാധിക്കും. ഏകദേശം 11 മീറ്ററോളം കടൽ ജലത്തിൽ മുങ്ങിപ്പോകുന്നത് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. കാരണം പുതിയ കപ്പലായതിനാൽ കപ്പലിന്റെ മാർക്കിംഗ് ഒക്കെ വളരെ വ്യക്തമാണ്. വാട്ടർ ലെവൽ ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ പോർട്ടിൽ നിന്ന് ഈ കപ്പൽ പോകുന്നത് ചിലപ്പോൾ 16 മീറ്ററിനോ 16.5 മീറ്റർ ഡ്രാഫ്റ്റിലൂടെ ആയിരിക്കും നമ്മുടെ പോർട്ടിൽ നിന്നും കപ്പൽ പുറത്തേക്ക് പോകുന്നത്. കാരണം അങ്ങനെ പറയാൻ കാരണം നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള, നമ്മുടെ പോർട്ടിന്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ട്രാൻസ്ഷിപ്മെന്റ് നമ്മുടെ പോർട്ടിലേക്ക് ആദ്യം തിരിച്ചു കൊണ്ടുവരിക എന്ന് തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള എയിം. അത് തീർച്ചയായിട്ടും 100% നമ്മൾ അതിൽ വിജയിച്ചിരിക്കുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ട്രാൻസ്ഷിപ്മെന്റ് 9.99 ലക്ഷമാണ്. നമ്മുടെ ഈ കപ്പൽ വന്നു കഴിഞ്ഞാൽ അത് 1 മില്യൺ TEUവിലേക്ക് മാറും എന്ന് തന്നെയാണ് എനിക്ക് അറിയാനായി സാധിക്കും. തീർച്ചയായിട്ടും 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് തീരും. അതും ഒരു വർഷമായിട്ടില്ല, ഏകദേശം 8-9 മാസത്തിനുള്ളിലാണ് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒരു കാര്യം ഓർക്കണം, ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഗേറ്റ് വേ ഓപ്പൺ ആക്കിയിട്ടില്ല. അതിലേക്ക് നമുക്ക് പോകാം. അതിനോടൊപ്പം തന്നെ കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ കപ്പൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർമാസ്റ്റ്, ബ്രിഡ്ജ്, അത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന എക്സോസ് പോർഷനാണ് നമ്മൾ കാണുന്നത്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ളിലെ ദൃശ്യം കുറച്ചുകൂടി, കണക്ഷനൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനായി സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതാണ് എഞ്ചിനിൽ നിന്ന് വരുന്ന മെയിൻ എക്സോസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് മുകളിലോട്ട് വേണ്ട ഓരോ നിലയും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ നിലയിൽ കയറുന്നതിന് ലാഡർ പോർഷനുമുണ്ട്. ഇതാണ് നമ്മുടെ എഞ്ചിൻ്റെ മെയിൻ എക്സോസ് എന്ന് പറയുന്നത്. എപ്പോഴും ഇത് ഒരു ഈ പറയുന്ന പിന്നെ അധികം പൊല്യൂഷനൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും നിലവിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും വിടുക. കാരണം ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പണിത കപ്പലുകൾക്കെല്ലാം അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ഒരു ഈ പരിസ്ഥിതി സൗഹാർദ്ദം തന്നെയായിരിക്കും നമ്മുടെ ഈ പറയുന്ന പൊല്യൂഷൻസ് എല്ലാം. കാരണം ഇപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഈ പുക എന്ന് പറയുന്നത് വളരെ നൈസായിട്ട് തന്നെ പോകുന്നു. നൈസായിട്ട് പോകുന്ന ഒരു ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും ഈ കപ്പലിൽ നിന്നൊക്കെ. ഈ കപ്പൽ മാത്രമല്ല, ഇതുപോലുള്ള പുതിയ കപ്പലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഹെവി റോപ്പ് ടൈ ചെയ്തിട്ടുള്ള 2 ടഗിനെ നമുക്ക് കാണാനായി സാധിക്കും. ഇപ്പോൾ കപ്പൽ ചാലിലൂടെ നമ്മുടെ പോർട്ടിനകത്തോട്ട് കപ്പൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടറിന്റെ ഉള്ളിലേക്ക് കപ്പൽ പ്രവേശിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡോൾഫിൻ 28 ആണ്. ഡോൾഫിൻ 28, 27, 26, 29 അങ്ങനെ 4 ഡോൾഫിൻ സീരീസിലെ കൺട്രോളിലും പോർട്ടിലെ പൈലറ്റിന്റെ കൺട്രോളിലുമാണ് ഇപ്പോൾ നിലവിൽ ഈ കപ്പൽ നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ ബ്രേക്ക് വാട്ടറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ കാഴ്ച വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ കപ്പൽ തിരിയുന്നതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായി സാധിക്കും. ഇപ്പോൾ ഈ കപ്പൽ ഈ പറയുന്ന ടഗിലെല്ലാം ഹെവി റോപ്പ് ടൈ ചെയ്ത് കഴിഞ്ഞു. മുന്നിലെ ടഗിലും പുറകിൽ നമ്മൾ പോകുന്ന ടഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് മുന്നിലായിട്ട് പോർട്ടിൽ നിന്ന് വേറൊരു ടഗ് കൂടി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഡോൾഫിൻ 29 ആണ്. ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെഡ് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലും കപ്പലിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലും ടഗുകളുടെ എണ്ണം കൂട്ടും. ഇപ്പോൾ നിലവിൽ 4 ടഗാണ് നമ്മുടെ പോർട്ടിലുള്ളത്. ഈ 4ാമത്തെ ടഗും ഇപ്പോൾ നിലവിലെത്തിയിരിക്കുന്നു. ഈ 4 ടഗിന്റെ കൺട്രോളിലാണ് നമ്മുടെ കപ്പൽ ബെർത്തിങ്ങും മൂറിങ്ങും പൂർത്തിയാക്കുക തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ സദാസമയം നമ്മുടെ ഈ പറയുന്ന ഈ ഭാഗത്തു നിന്നാണ് കപ്പലുകളെല്ലാം തിരിയുന്നത്. നമുക്ക് ആ വ്യൂവിലേക്ക് തീർച്ചയായിട്ടും പോകണം. കാരണം ഇന്ന് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം കുറച്ചുകൂടി അങ്ങോട്ട് പോയാലും നമുക്ക് അറിയാനായി സാധിക്കുള്ളൂ. മഴയില്ല, നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഏത് സമയത്തും നമ്മുടെ പോർട്ടിൽ, ഇത് രാവിലെയാണ്, അതിരാവിലെയാണ് കപ്പൽ പോർട്ടിനകത്തോട്ട് പ്രവേശിച്ചത്. 8-8:30 മണിയേ ആയിട്ടുള്ളൂ. പല രാജ്യത്തും അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ പല പോർട്ടിലും ഈ രാവിലെ സമയത്ത് ടൈഡ് വേരിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ പിന്നെ വേലിയേറ്റ വേലിയിറക്ക വേരിയേഷൻ വന്നതുകൊണ്ട് രാവിലെ ചിലപ്പോൾ ബെർത്ത് ചെയ്യാനായി സാധിക്കാത്ത പല പോർട്ടും നമുക്ക് വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ പോർട്ടാവട്ടെ വളരെ ചെറിയ മൈന്യൂട്ട് വേരിയേഷൻ ആണ് ഉള്ളത്. 45-50 സെന്റിമീറ്റർ വരെയാണ്
നമ്മുടെ ഈ പറയുന്ന ടൈഡ് വേരിയേഷൻ, വേലിയേറ്റ വേലിയിറക്കം ഉള്ളതിനാൽ നമുക്ക് ഈ സദാസമയവും ബെർത്തിങ് തീർച്ചയായിട്ടും സാധ്യമാകും. ഇപ്പോൾ രണ്ടാമത്തെ ഒരു വ്യൂവിലാണ് വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ കണ്ട വ്യൂ അല്ല, രണ്ടാമത്തെ ഒരു വ്യൂവിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടുത്ത് കാണാനായി സാധിക്കും. വളരെ ദൂരെ വന്നാൽ നമുക്ക് സൂമിംഗ് ഉള്ള ക്യാമറയെ സൂമിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ കപ്പൽ പൂർണ്ണമായിട്ടും തിരിയുന്നത്. കാരണം ഇതിപ്പോൾ 11.5 മീറ്ററാണ് ഡ്രാഫ്റ്റ് നിലവിൽ, 10.5 മീറ്ററാണ് ഡ്രാഫ്റ്റ് നിലവിലുള്ളത്. 16.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പൽ അല്ലെങ്കിൽ 16.8 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പൽ വളരെ അനായാസന തിരിഞ്ഞ് ബെർത്ത് ചെയ്ത പോർട്ടായതിനാൽ വളരെ ഈസി ആയിട്ട് ബെർത്ത് ചെയ്യാനായി സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഓരോ കപ്പലുകളും നമ്മുടെ പോർട്ടിൽ വന്ന് ഡിഫറൻറ്റ് ഷേപ്പിൽ അല്ലെങ്കിൽ ഡിഫറൻറ്റ് രീതിയിൽ ബെർത്ത് ചെയ്യുന്നത്. ചിലപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഈ കപ്പലുകളെല്ലാം ബെർത്ത് ചെയ്യുന്നത്. ഈ കപ്പൽ ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് കാണാം ഏത് രീതിയിൽ വേണോ നമുക്ക് ബെർത്തിങ് സാധ്യമാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ടെർമിനൽ 2-ലാണ് നിലവിൽ നമ്മുടെ ഈ കപ്പൽ ബെർത്ത് ചെയ്യാൻ പോകുന്നത്. കാരണം ടെർമിനൽ 2-ൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ STS ക്രെയിൻ്റെ ബൂമർ റൈസ് ചെയ്തിരിക്കും കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഡോൾഫിൻ 29-നുമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഹെവി റോപ്പ് എല്ലാം കാരണം 29 ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഹെവി റോപ്പ് ടൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 26, 27, 28 ഹെവി റോപ്പ് എല്ലാം ടൈ ചെയ്ത് സെറ്റാണ്. ഇനി റോപ്പ് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ ഈ കപ്പലിനെ പൂർണ്ണമായിട്ടും തിരിക്കുന്നത്. ബോത്ത് ട്രസ്റ്റർ ഉണ്ട്, അതായത് ഈ പറഞ്ഞ ടഗിൻ്റെ മാത്രമല്ല കപ്പലിനെയും കുറച്ച് കൺട്രോൾ ഉണ്ട്. അങ്ങനെ കപ്പലും നമ്മുടെ ടഗും, അതായത് പോർട്ടിലെ പൈലറ്റും നമ്മുടെ പോർട്ടിലെ ടഗും ചേർന്നിട്ടാണ് എല്ലാ കപ്പലുകളും കൺട്രോൾ ചെയ്ത് വളരെ സേഫായിട്ട് നമ്മുടെ ബെർത്തിൽ മൂറിങ്ങിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായിട്ടും കാണാനായി സാധിക്കും. നമ്മുടെ ഈ പോർട്ട് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് ലാർജ് വെസൽ, ഫീഡർ വെസൽ, അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ സ്പെസിഫിക്കേഷൻ ഉൾപ്പെടെ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ജനങ്ങൾ കണ്ട് മനസ്സിലാക്കാനും സാധിക്കുന്നത് നമ്മുടെ പോർട്ട് വന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചോദിക്കും, ഇന്ത്യയിലും കേരളത്തിലും വേറെ പോർട്ടിലേയും ചോദിച്ചാൽ ആ പോർട്ടുകളെല്ലാം ചിലപ്പോൾ ഫീഡർ വെസലുകൾ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ലാർജ് വെസലുകൾ മാത്രമേ വരുള്ളൂ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ പോർട്ടിൽ ഫീഡർ വെസൽ, ലാർജ് വെസൽ, അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ വളരെ അനായാസനെ ബെർത്ത് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഡോൾഫിൻ 27 ഇപ്പോൾ പുറകിലോട്ട് പോകുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. കാരണം ഈ കപ്പലുകളെ കൺട്രോൾ ചെയ്ത് തിരിക്കുന്ന ഈ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ നമ്മളൊരു ടെഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഴിഞ്ഞ ജുമാമസിൻ്റെ സൈഡിൽ നിങ്ങൾക്കറിയാം ബൊളാറ്റ്സ് ഉണ്ട്. അതായത് നമ്മളെ കപ്പൽ കാണാൻ വരുമ്പോൾ ബൊളാറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും ചിലവർക്ക്, ഒരു കുറ്റി പോലെ, ഒരു ഇരുമ്പിൻ്റെ ദണ്ട് പോലെ അവിടെ ഉണ്ട്. അവിടെ വന്നിട്ടായിരിക്കും നമ്മൾ ഈ കപ്പലുകളെ കാണുന്നത്. ഈ പറയുന്ന ബൊളാറ്റ്സ് ആ കുറ്റിയിൽ നിലവിൽ ഈ കയറ് കെട്ടിയതിന് ശേഷം ഈ ഓരോ ടഗിൻ്റെയും കപ്പാസിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന പോർട്ടിലേക്ക് പോകുന്നത്. നേരത്തെ ഇപ്പോൾ നിലവിൽ അത് കൊച്ചിയുടെ അണ്ടറിലാണ് വരുന്നത്, വിഴിഞ്ഞത്തിൻ്റെ അണ്ടറിലല്ല. കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് എന്ന് വ്യക്തമായിട്ട് അതിൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ടഗുകൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ തൂത്തുക്കുടി പോർട്ടിൽ എവിടെ പോർട്ടിൻ്റെ സൈഡിലൊക്കെ പോകുന്നുണ്ട്. വേറെ കുറേ ടഗുകൾ, കൊളംബോ എന്നുള്ള ടഗുകൾ, തമിഴ്നാട് പ്രദേശത്തു നിന്നുള്ള ടഗുകളെല്ലാം തൂത്തുക്കുടിയിൽ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന ടഗിൻ്റെ സ്റ്റെബിലിറ്റി എല്ലാം ബൊളാറ്റ്സിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ പോർട്ടിലല്ല, ലോകത്തിലെ എല്ലാ പോർട്ടിലും ഈ ടഗുകളെ, ഈ പൂർണ്ണമായിട്ടും കപ്പലുകളെ ഇങ്ങനെ തിരിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ബൾബസ് ബോയാണ്. ബൾബസ് ബോയുടെ ഷേപ്പൊക്കെ, അതായത് ഏറ്റവും പുതിയ കപ്പലിന്റെ ബൾബസ് ബോയ് ഷേപ്പൊക്കെ നമുക്ക് വ്യക്തമാണ്. കാരണം പഴയ കപ്പലുകൾ കുറച്ചുകൂടി ഉരുണ്ടൊരു സ്പേസ് ആണ്, ബൾബസ് ബോയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ പല കപ്പലിൻ്റെയും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ഒരു ഉരുണ്ട രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ബൾബസ് ബോ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും ആ ഒരു ഷേപ്പ് വ്യത്യാസമാണ്. പുതിയ നൂതന ടെക്നോളജി ഉപയോഗിച്ചാണ് പുതിയ കപ്പൽ പണിയുന്നത്. ഈ ബൾബസ് ബോ ഉൾപ്പെടെ നമ്മുടെ കണ്ടെയ്നർ കെയർ ചെയ്യേണ്ട കപ്പാസിറ്റി ഉൾപ്പെടെ എല്ലാത്തിലും ആ ചേഞ്ച് വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ കപ്പലിന്റെ ക്രൂവിനെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ കപ്പലിന്റെ ക്രൂ ഇവിടെ നിൽക്കും. കാരണം ഈ ഭാഗത്താണ് നമ്മുടെ ഹെവി റോപ്പ് റോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ റോളറിന്റെ അടുത്താണുള്ളത്. കാരണം കപ്പൽ തീർച്ചയായിട്ടും തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ റോളറിൽ നിന്നും റോപ്പ് നമ്മുടെ ബൊളാറ്റ്സിന്റെ അടുത്ത് തന്നെ നമ്മുടെ കപ്പലിനെ, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ തന്നെ ഉരുക്ക് മനുഷ്യർ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ആൾക്കാരുണ്ട്. അവരിലേക്ക് റോപ്പ് കൊടുത്തതിന് ശേഷം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ റോപ്പ് നമ്മുടെ ഈ ബൊളാറ്റ്സിലേക്ക് ടൈ ചെയ്യുന്ന ഒരു ജോലിയുണ്ട്. ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നമുക്ക് ഈ കപ്പലിനും അത് നോക്കാം. അത് വളരെ കുറച്ച് സമയം കൊണ്ട് പോർട്ടിലെ ഏറ്റവും
ബുദ്ധിമുട്ടേറിയ ഒരു ജോലി തന്നെയാണ് എന്നാണ് നമുക്കത് കണ്ടാൽ മനസ്സിലാകുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ആ ബൊളാറ്റ്സിൽ അത് ടൈ ചെയ്യണം. ടൈ ചെയ്ത് കഴിഞ്ഞാൽ മിഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ മുന്നത്തെ 2 വീഡിയോയിൽ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കപ്പൽ തീർച്ചയായിട്ടും 4 നമുക്കിപ്പോൾ നിലവിൽ 3 ടഗിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ടഗ് നമുക്ക് പുറകിലോട്ട് പോയത് കണ്ടിരുന്നു. ഈ 4 ടഗിലും റോപ്പ് ടൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ കപ്പൽ തിരിയുന്നത്. ചില കപ്പലുകൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയും. ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്ന കപ്പൽ വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. വളരെ സാവധാനം തിരിയുന്നത്. ഞാൻ സ്പീഡപ്പ് ആക്കിയിട്ടില്ല. സ്പീഡാക്കാത്ത കാരണം വളരെ സ്പീഡാക്കിയാൽ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത്രയും വലിയൊരു കപ്പൽ തിരിയുന്നത് മനസ്സിലാക്കാനായി സാധിക്കില്ല. വീഡിയോ ശകലം എന്താവും, എന്നാലും തീർച്ചയായിട്ടും ആ കപ്പൽ തിരിയുന്ന ഒരു മനോഹരമായ ദൃശ്യം, എങ്ങനെയാണ് തിരിയുന്നത്, ഏതൊക്കെ രീതിയിലാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും വീഡിയോ ഒന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഒട്ടുമിക്ക എല്ലാ കപ്പലുകളും ഈ ഭാഗത്തു നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. വളരെ ഈസി ആയിട്ട് തിരിഞ്ഞ് ബർത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം പോർട്ടിൽ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ വളരെ ചുരുക്കം പോർട്ടിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ പോർട്ട് എന്ന് ഞാൻ പറഞ്ഞതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ ക്യാപ്റ്റൻ, അതായത് MSC ഐറണയുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ MSC ഐറണ നമ്മുടെ പോർട്ടിൽ വന്നപ്പോൾ നമുക്ക് മലയാളിക്ക് അഭിമാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലിന്റെ ക്യാപ്റ്റൻ ഒരു മലയാളി എന്നുള്ളത്. അദ്ദേഹം ഔട്ടർ ആങ്കർ ചെയ്യുന്ന സമയത്തും നമ്മുടെ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്തും ഫോണിലൂടെ ഒരു ഇന്റർവ്യൂ തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ ചുരുക്കം കുറച്ച് പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു ഭാഗ്യം നമുക്കുണ്ടായപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത പല സംശയങ്ങളും ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തന്നെയാണ്, അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബർത്ത് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കപ്പൽ തിരിഞ്ഞു വന്ന് ബർത്ത് ചെയ്യാൻ പറ്റുന്ന ലോകത്തിലെ വളരെ ചുരുക്കം ചില പോർട്ടിൽ പെട്ട പോർട്ട് തന്നെയാണ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത്. അത് മാത്രമല്ല വളരെ ധൈര്യത്തോടെ നമുക്ക് കപ്പലിനെ പോർട്ടിലേക്ക് കൊണ്ടുവരാം. കാരണം ഈ പറയുന്ന ഈ ലോറ്റയുടെ വേരിയേഷൻ, അതായത് വേലിയേറ്റ വേലി ഇറക്ക വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. 45-50 സെന്റിമീറ്റർ വരെയാണ്. ഈ വളരെ ചെറുതെന്ന് പറയുമ്പോൾ ചില പോർട്ടിൽ 6, 7, 8, 10 മീറ്ററൊക്കെയാണ് വേരിയേഷൻ വരുന്നത്. അപ്പോൾ രാവിലെ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈഡ് വേരിയേഷൻ കാരണം പോർട്ടിലെ കപ്പലിന് പുറത്തേക്ക് പോകാനോ പുറത്തെ കപ്പലിന് പോർട്ടിനകത്ത് വരാനോ സാധ്യമല്ല. നമ്മുടെ പോർട്ടിൽ അങ്ങനെ ഒരു വേരിയേഷൻ ഇല്ല. 45-50 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അറിയാൻ കൂടി പറ്റാത്തൊരു വേരിയേഷനാണ്. പക്ഷെ നമ്മൾ ടൈഡിന്റെ വേരിയേഷൻ പറയുമ്പോൾ എടുത്തു പറയുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല, ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും, അതായത് ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട്, ഏറ്റവും തിരക്കുള്ള സീ റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ 18.5 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈ പോർട്ടിലേക്ക് വരേണ്ട ആകെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് കയറാനായി സാധിക്കും. ചില പോർട്ടിലേക്ക് നദിയിലൂടെ, ലോകത്തിന്റെ പല പോർട്ടിലേക്ക് നദിയിലൂടെ ദിവസങ്ങളോളം സഞ്ചരിച്ചാൽ മാത്രമേ ചില പോർട്ടിലേക്ക് എത്താനായി സാധിക്കുള്ളൂ. ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ പോർട്ടിൽ ബർത്ത് ചെയ്യാനായി സാധിക്കും. അതും നമ്മുടെ പോർട്ടിന്റെ വളരെയധികം സവിശേഷതകളൊന്നാണ്. ഈ സവിശേഷതകൾ കൊണ്ട് വലിയ വലിയ മൈൽ സ്റ്റോൺ ആണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അതിലാദ്യമായി നേടിയ മൈൽ സ്റ്റോൺ ആണ് ഈ കപ്പൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ 1 മില്യൺ TEU ട്രാൻസ്ഷിപ്മെന്റ് ആണ് നമ്മൾ പൂർത്തിയാക്കിയത്. ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് ലോകത്തിലെ ഒരു പോർട്ടിനും ഈ ഒരു 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കാൻ വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ പലരും പല പോർട്ടിന്റെ പേരും ഇപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലോർത്ത് കമന്റ് ഇടുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. 800 മീറ്റർ മാത്രമാണ് നമ്മുടെ ബെർത്തിന്റെ നീളം. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷനും ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പോർട്ടിന്. ഈ പോർട്ട് വെച്ചിട്ടാണ് ഏകദേശം 455 മുതൽ 460 കപ്പൽ വരെ, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് 460 കപ്പലും ബർത്ത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പോർട്ടിലാണ് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഗേറ്റ് വേ ഓപ്പൺ ആക്കിയിട്ടില്ല. ഗേറ്റ് വേ ഓപ്പൺ ആക്കിയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 1.5 മില്യൺ പുറത്ത് ആയേനെ എന്ന് തന്നെ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. കാരണം സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ പോർട്ടിന്റെ അവസ്ഥകൾ, നമ്മുടെ പോർട്ടിൽ ആദ്യമായി ഒരു കപ്പൽ വന്ന സമയത്ത് തന്നെ ഞാൻ അന്നും പറയുന്നുണ്ടായിരുന്നു. പഴയ വീഡിയോ എടുത്ത 1-2 വർഷങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ 1 വർഷത്തിന് മുന്നേ എടുത്ത് നോക്കുക. അന്ന്, അതായത് ഈ ക്രെയിനുമായിട്ട് കപ്പൽ വരുന്ന ഷെൻഹുവ സീരീസിലെ കപ്പൽ വന്ന സമയത്തും ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇവിടെ വന്ന് ബർത്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പലരും പരിഹാസത്തോടെ പറഞ്ഞു, ഈ പോർട്ടിലോ ആദ്യം ക്രെയിൻ ഇറക്കി വെക്കട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ആദ്യമായി വന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പൽ വന്നപ്പോഴും ഇതേ സ്വരം നമ്മൾ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വരും, അൾട്രാ ലാർജ് വെസലുള്ള കപ്പൽ വരും എന്ന് പറഞ്ഞപ്പോഴും ഈ കപ്പൽ വന്നൊന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞവരുമുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? അൾട്രാ ലാർജ് വെസലുകളുടെ കുത്തൊഴുക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് വലിയ വലിയ മൈൽ സ്റ്റോണുകളെല്ലാം
നേടിയെടുക്കാനായി സാധിച്ചു. ഞാൻ ഈ ഭാഗത്ത് സൂം ചെയ്യാൻ കാരണം ഇത് പോർട്ട് സൈഡാണ്. അത് കാരണം നമ്മുടെ പോർട്ടിലെ പൈലറ്റും ക്യാപ്റ്റനും ഈ സൈഡിൽ കാണാം. കാരണം ഇവിടെ നിന്നുള്ള കൺട്രോൾ ഉണ്ട്. കാരണം നമുക്ക് ഈ ബർത്തിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൂറിങ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള കൺട്രോൾ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പോർട്ടിലെ പൈലറ്റും ചഗും അല്ലെങ്കിൽ ഈ മൂറിംഗ് ടീമുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടുണ്ട്. ഈ എല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ 100% റിസൾട്ടാണ് വളരെ സേഫായിട്ട് ഓരോ കപ്പലുകളും ബെർത്ത് ചെയ്യുന്നത്. അത് ഈ നമ്മുടെ പോർട്ടിലല്ല, ലോകത്തിലെ എല്ലാ പോർട്ടിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത് നമ്മുടെ പോർട്ടുള്ളത് കൊണ്ട് മാത്രം തന്നെയാണ്. അൾട്രാ ലാർജ് വെസലുകൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ബെർത്ത് ചെയ്യാനായി സാധിക്കുന്നു. ഇത്രത്തോളം പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കപ്പൽ തിരിഞ്ഞു വന്നിരിക്കുന്നു. ഇനി ബെർത്തിങ്ങിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കും ഡോൾഫിൻ ടഗുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ടഗിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാ ടഗും കപ്പലിന്റെ മറുവശത്താണുള്ളത്. കാരണം ഇവിടെ നിന്നൊരു ഫോഴ്സ് കൊടുത്തിട്ടാണ് ഇനി കപ്പലിനെ ബെർത്തിന്റെ സൈഡിലേക്ക് നീക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോർമാസ്റ്റ് ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. അതായത് ഈ പറയുന്ന നാവിഗേഷൻ ലൈറ്റ് ഉൾപ്പെടെയാണ് ഈ ഫോർമാസ്റ്റിൽ വരിക. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ ഫോർമാസ്റ്റ് ഉൾപ്പെടെ അതേ രീതിയിൽ തന്നെയാണ് ഇതും ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം വലിപ്പത്തിന്റെ കാര്യത്തിൽ വളരെ ചെറിയൊരു വ്യത്യാസം, അല്ലെങ്കിൽ കണ്ടെയ്നർ കപ്പാസിറ്റിന്റെ കാര്യത്തിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഈ കപ്പലും MSC അയർനെയും തമ്മിലുള്ളത്. അതുകൊണ്ട് ഫെസിലിറ്റീസും സിസ്റ്റംസ് എല്ലാം സെയിം തന്നെയാണ്. 2023 തന്നെയാണ് MSC അയർനെയും ബിൽഡ് ചെയ്തിട്ടുള്ളത്. MSC നിക്കോള എന്ന് പറയുന്ന കപ്പലും ഇത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കപ്പലും ഇതേ രീതിയിൽ ശ്രേണിയിൽപ്പെട്ട കപ്പൽ തന്നെ. നിക്കോളസ് മാസ്ട്രോ എന്ന് പറയുന്ന കപ്പലും 2023 ബിൽഡ് ചെയ്ത അതേ ടെക്നോളജിയിലുള്ള കപ്പൽ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള കപ്പൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയ നമ്മുടെ പോർട്ടിന് അധികാരികൾ, അതിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആവട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആവട്ടെ, എന്തെങ്കിലും പുതിയ അതായത് നമുക്ക് ഈ വരുന്ന നേട്ടം, ഇപ്പോൾ നമുക്ക് ഇത് വലിയൊരു ആഘോഷമാക്കേണ്ട ചടങ്ങ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന STS ക്രെയിൻ്റെ ബൂമർ റൈസ് ചെയ്തിട്ടുള്ള ടെർമിനൽ 2-ലാണ്. അത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ടെർമിനൽ 2-ലാണ് നമ്മുടെ ഈ പോർട്ട്, നമ്മുടെ ഈ ഷിപ്പ് ബെർത്ത് ചെയ്യാൻ പോകുന്നത് തന്നെ. ടെർമിനൽ 2-ന്റെ എൻഡ് പോർഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇതാണ് 800 മീറ്റർ ബെർത്ത് ചെയ്തിട്ടുള്ള എൻഡ് പോർഷൻ എന്ന് പറയുന്നുണ്ടോ. ഇതാണ് എൻഡ് പോർഷൻ. ഇവിടെ നിന്നാണ് ഇനി 1200 മീറ്റർ നമുക്ക് എക്സ്റ്റൻഷൻ ബാക്കി വരുന്നത്. 1200 മീറ്റർ 2028 കൂടിയാകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായി സാധിക്കും. ഇതാ നമുക്ക് STS ക്രെയിൻ്റെ ബൂമൊക്കെ നമുക്ക് കാണാനായി സാധിക്കും. അല്ല, ഈ പറയുന്ന സ്പ്രെഡർ കാണാനായി സാധിക്കും. അത് മാത്രമല്ല ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒരു ടാങ്കർ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതായത് ഇതുപോലുള്ള ധാരാളം ടാങ്കറുകൾ ദിനം പ്രതി നമ്മൾ കണ്ട് മടുത്തിട്ടുണ്ട്. കാരണം ആദ്യമൊക്കെ ഒന്നിപ്പോൾ വളരെ ആശ്ചര്യത്തോടെ നോക്കിയെങ്കിൽ ഇപ്പോൾ ബണ്ടിൽ കണക്കിന് വരുന്നത് പോലെയാണ് ഉള്ളത്. കണ്ട ധാരാളം ടാങ്കറുകളുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു മെറ്റീരിയൽ രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും അയക്കുന്ന, ലോകത്തിന്റെ പല ഭാഗത്തേക്ക് അയക്കുന്നതിന് ഈ കണ്ടെയ്നർ രൂപത്തിൽ, ഈ രൂപത്തിലോ നമുക്ക് പല രൂപത്തിലും കപ്പലിലേക്ക് കയറ്റാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 40 ഫീറ്റ് കണ്ടെയ്നർ വലിപ്പത്തിലാണ് നമുക്കിങ്ങനെ ഒരു കണ്ടെയ്നറിനകത്ത് ഈ ഒരു ടാങ്കർ ഉള്ളത്. ഇത് നേരെ ലോറിയിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നുണ്ടോ. ഇതാണ് ഇവിടെ ഇറക്കി. ഏത് രാജ്യത്തേക്ക് പോകേണ്ടത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ചിലപ്പോൾ യൂറോപ്പിലേക്കായിരിക്കും, ചിലപ്പോൾ ചൈനയിലേക്കായിരിക്കും, അറിയില്ല. ഈ കപ്പൽ പോകുന്നത് സിംഗപ്പൂരിലേക്കാണ്. ഇനി ഈ കപ്പൽ ലോഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ഈ സൈഡിൽ ഇറക്കി വെച്ചിട്ടുള്ളത്. കാരണം ടേൺ അറൗണ്ട് ടൈമൊക്കെ നമ്മുടെ പോർട്ടിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് മൂവ്മെൻ്റ് എല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ പോർട്ടിന്. അതുകൊണ്ടാണ് നമുക്ക് വലിയ മൈൽ സ്റ്റോണൊക്കെ നേടിയെടുക്കാനായി സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് യാർഡ് പോർഷൻ ഒന്നുകൂടി നോക്കാം. കണ്ടോ, യാർഡ് പോർഷൻ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി സെക്കൻഡ് ഫേസിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ 5 കണ്ടെയ്നർ എന്ന് പറയുന്നത് 6 കണ്ടെയ്നർ ഹൈറ്റ് ആവും. അപ്പോഴത്തേക്കും നമ്മുടെ യാർഡിന്റെ 30% കൂടി നമുക്ക് കൂടാനായി സാധിക്കും. ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷീൻ എക്യുപ്മെന്റ്സ് ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാനും കണ്ട് മനസ്സിലാക്കാനും സാധിക്കും. സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ ഇതുവരെയായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞ ഉടൻ തന്നെ സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആ മെഷീൻസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ യാർഡ് വളരെ വ്യക്തമായിട്ട് കാണാനും സാധിക്കും. നമ്മുടെ ഈ പറയുന്ന ബെർത്ത് 1200 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷനും ഈ പറയുന്ന എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് 2 ടൈംസോളം എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടെയ്നർ ഉൾക്കൊള്ളാനേ സാധിക്കും. കൂടുതൽ കപ്പൽ ഒരേ സമയം ബെർത്തിങ് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന ട്രെജർ ഓസ്, നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നുള്ള ട്രെജർ ഓസ് റെസ്റ്റ് തന്നെയാണ്. ഇതാ നമ്മളെ യാർഡ് പോർഷൻ്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാനും സാധിക്കും. ഈ ട്രെജർ ഓസിൻ്റെ കാര്യം പറയുമ്പോൾ ട്രെജർ ഓസ് എടുത്തിട്ട് തന്നെ എനിക്ക് തോന്നുന്നു മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കാരണം വർക്ക് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് കുറച്ചൊന്ന് ട്രഡ്ജ് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ ട്രഡ്ജ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വന്നിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു കടലിൻ്റെ ഏറ്റവും അടിയിൽ ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറലായിട്ട് 20 മീറ്ററിന് മുകളിൽ ആഴമുള്ള 20 മീറ്റർ മുതൽ 22 മീറ്റർ വരെ നാച്ചുറലായിട്ടുള്ളത് തന്നെയാണ്. അന്ന്
വളരെ കുറച്ച് ഡ്രഡ്ജ് ചെയ്തതിന് ശേഷം മാറ്റിയെടുത്ത് വെച്ച ഓസ് ഇപ്പോഴും അങ്ങനെ തന്നെ മടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഇപ്പോൾ 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയ നമ്മുടെ പോർട്ട് രാജ്യത്തിന് എപ്പോഴും നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ ഗേറ്റ് വേക്ക് ആക്കം കൂട്ടുന്ന ഒരേ ഒരു പോർട്ട് തന്നെയാണ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് നമ്മുടെ പോർട്ട് വന്ന പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. ഇത്രയേറെ നേട്ടങ്ങൾ വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് നേടിയെടുത്ത നമ്മുടെ പോർട്ടിന് കണക്ടിവിറ്റിയാണ് വേണ്ടത്. നമ്മുടെ കണക്ടിവിറ്റി, നമ്മളെ ലിങ്ക് റോഡിന്റെ അപ്ഡേഷനൊക്കെ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഈ വീഡിയോ ശേഷം ലിങ്ക് റോഡിന്റെ അപ്ഡേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് റോഡിന്റെ വർക്കുകൾ ഏകദേശം പൂർത്തിയായി വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഓരോ അപ്ഡേഷനിലും മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഇനി ഔട്ടർ റിംഗ് റോഡ് വേണം, റെയിൽ കണക്ടിവിറ്റി വേണം. കാരണം ഇപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് കണക്ക് 1 മില്യൺ ആയിട്ടുള്ളത്. നമുക്ക് റെയിൽ കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്റ്റേറ്റായ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ 5 സ്റ്റേറ്റ് ഉണ്ട് തൊട്ടടുത്തോട് ചേർന്നുള്ള. 5 സ്റ്റേറ്റിൽ നിന്നുള്ള മെറ്റീരിയൽ, നോർത്ത് ഇന്ത്യൻ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ചെറിയ ഫീഡർ വെസലിൽ വരുമെങ്കിലും ഈ തൊട്ടടുത്തുള്ള 5 സ്റ്റേറ്റിലെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ പറയുന്ന കാർഗോസ് ഒഴുകിയെത്തുന്ന ട്രെയിനിലൂടെ തന്നെയായിരിക്കും. 2028 തന്നെ റെയിൽവേയുടെ വർക്ക് കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് അറിയാനായി സാധിച്ചത്. ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കറക്റ്റ്, അതായത് പലരും ചോദിക്കുന്നുണ്ട് റെയിൽവേ ലൈനിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമോ എന്ന്. കറക്റ്റ് കൺഫർമേഷൻ ആയാൽ മാത്രമേ നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ ചെയ്യൂ. അല്ല നമുക്കൊരു ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ചെയ്യാനായി സാധിക്കില്ല. അതൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഫൈനലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും, അതിപ്പോൾ റെയിൽവേ ആയിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ലാഡർ, ആ ലാഡർ ഇപ്പോൾ ഇതിലൊരു ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലാഡർ റിലീസ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു കപ്പലിൽ ഇങ്ങനെയാണ് ലാഡർ വരുന്നത്. പല കപ്പലിലും പല രീതിയിലാണ്. പക്ഷേ ഇത് ഏറ്റവും പുതിയ ടെക്നോളജി ആയതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ലാഡർ ഇവിടെ ആ സിസ്റ്റം ഉള്ളത്. എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് ഹാങ്ങിങ് ആണ് വരുന്നുണ്ടോ. ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോർട്ടിലെ ബെർത്തിൽ ഈ പറഞ്ഞ ലാഡർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന കപ്പലിലെ കൺഫർമേഷൻ, അതായത് നമ്മളെ ഈ പറയുന്ന ഇൻസ്പെക്ഷൻ ടീമുണ്ട്. അവർ വന്ന്, എനിക്ക് 4-5 പേർ അടങ്ങിയവരാണ്. അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഈ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ ഇറക്കുന്നത്. എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ആ ലാഡറാണ് ഇപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാഡർ റിലീസ് ചെയ്തപ്പോൾ കാണാനായി സാധിച്ചു. MSC എന്ന് പറഞ്ഞ ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു പകുതിയോളം കപ്പൽ ഇപ്പോൾ ബർത്തിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ബർത്തിനോട് ചേർന്ന് വരുമ്പോൾ പലർക്കും സംശയം കാണും, ബർത്ത് എന്നുള്ള സിമെന്റ് ആണല്ലോ, അല്ലെ കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് പോർഷനിൽ തട്ടി ഉരയാൻ ചാൻസ് ഉണ്ടോ എന്ന് ആദ്യമായിട്ട് കാണുന്നവർക്കുണ്ട്. പക്ഷെ ഒരിക്കലുമില്ല. ഈ പറയുന്ന ബർത്തിൻ്റെയും കപ്പലിൻ്റെയും ഇടയ്ക്ക് ഫെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. നമ്മളെ വീഡിയോ ഒന്ന് കാണാത്ത പോർട്ടിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെൻഡേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കപ്പൽ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ട്രെയിലർ ലോറികൾ തീർച്ചയായിട്ടും വന്ന് നിൽക്കുന്ന കാണാൻ സാധിക്കും. ഇത് ഇന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം ഈ പറയുന്ന കണക്കുകൾ അനുസരിച്ച് കറക്റ്റ് മൂവ്മെൻറ്റ് നടക്കുന്നു. കപ്പൽ വന്ന് മൂറിങ് ബെർത്തിങ് ആയിട്ടില്ല. അതിനനുസരിച്ചുള്ള ട്രെയിലർ ലോറികൾ തന്നെ ബെർത്തിൽ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളീ പറയുന്ന ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ട്രെയിലർ ലോറിയുടെ ഡ്രൈവർ ഉൾപ്പെടെ നമ്മുടെ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും മൂവ്മെൻറ്റ് നടത്തുന്ന ഓപ്പറേറ്റിംഗ് റൂമിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഉൾപ്പെടെ എല്ലാവരുടെയും ഒരു കഠിനാധ്വാനം തന്നെയാണ് നമ്മുടെ ടേൺ അറൗണ്ട് ടൈം കുറയ്ക്കുക എന്നുള്ളത്. ഈ പോർട്ടിലല്ല, എല്ലാ പോർട്ടിലും അങ്ങനെ തന്നെ. ഇതെല്ലാ പോർഷനും പെർഫെക്റ്റ് ആയാൽ മാത്രമേ ടേൺ അറൗണ്ട് ടൈമിൽ വേരിയേഷൻ വരുള്ളൂ. തീർച്ചയായിട്ടും നല്ലൊരു ടേൺ അറൗണ്ട് ടൈമാണ് നമ്മുടെ പോർട്ടിൽ. വളരെ കുറച്ചൊരു ടേൺ അറൗണ്ട് ടൈമാണ് നമ്മുടെ പോർട്ടിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു നിൽക്കുന്ന സമയം കൊണ്ട് കപ്പൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പകുതിക്ക് മുകളിൽ തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇനി നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 2 ടഗിനെ കാണാൻ സാധിക്കും. 2 ടഗിൽ ഹെവി റോപ്പ് ടൈ ചെയ്തിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് നേരത്തെ കണ്ടതുപോലെ തന്നെ കപ്പലിൻ്റെ ഏറ്റവും മുന്നിലെ പോർഷൻ റോപ്പൊക്കെ ഇവിടെയാണ് റോൾ ചെയ്തിട്ടുള്ള റോളർ മെഷീൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ റോപ്പൊക്കെയാണ് റിലീസ് ചെയ്തിട്ട് നമ്മുടെ ഈ പറയുന്ന തൊട്ട് താഴെ നമ്മുടെ പോർട്ടിലെ സ്റ്റാഫുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സ്റ്റാഫുകളാണ് നമ്മുടെ കപ്പലിലെ ക്രൂ എന്ന് പറയുന്നത്. ഈ കപ്പലിലെ ക്രൂ റോപ്പ് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം അവർ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും നിലവിൽ. നമ്മുടെ നമ്മുടെ പോർട്ടിൽ ഉരുക്ക് മനുഷ്യർ നമുക്ക് കാണാം. അവരാണ് നമ്മുടെ ഈ റോപ്പ് ബൊളാറ്റ്സിലേക്ക് ടൈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവരെ കാണാനായി സാധിക്കും. ഇതോ ഇവർ വന്ന് നോക്കി നിൽക്കുവാണ്. കാരണം നമ്മുടെ രാജ്യത്തുള്ളവരായിരിക്കില്ല ഈ ക്രൂ എന്ന് പറയുന്നത്, പല രാജ്യത്തുള്ളവരായിരിക്കും. ചിലപ്പോൾ ഇന്ത്യക്കാരും കാണും. പല കപ്പലുകളും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർ ഉള്ള കപ്പൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓടുന്നത്. ഏത് കപ്പലെടുത്ത് നോക്കിയാലും 1-2 പേര് ഇന്ത്യക്കാരാണ്. ചിലപ്പോൾ ഇന്ത്യക്കാർ മാത്രമേ അതിൽ കാണൂ, ക്യാപ്റ്റൻ ഉൾപ്പെടെ ഇന്ത്യക്കാർ മാത്രമേ കാണുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇപ്പോൾ നിലവിൽ കപ്പലിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മലയാളിയാണ്. അപ്പോൾ മലയാളികളുമുണ്ട്, ഇന്ത്യക്കാരും. അതിൽ ഏറ്റവും കൂടുതൽ മലയാളി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാ നമ്മുടെ കപ്പൽ വളരെ സാവധാനം
നമ്മുടെ ബെർത്തിനോട് ചേർന്ന് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കപ്പൽ തന്നെയാണ് MSC നിക്കോളോ മാസ്ട്രോ എന്ന് പറയുന്ന അൾട്രാ ലാർജ് കാറ്റഗറി പെടുന്ന ഷിപ്പ് തന്നെയാണ്. ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ പല സർവീസിലുമായിട്ട് നമ്മുടെ അൾട്രാ ലാർജ് വെസലുകൾ, അത് ആഫ്രിക്കൻ സർവീസ് ആയിക്കോട്ടെ, പല സർവീസുമായിട്ട് നമ്മുടെ അൾട്രാ ലാർജ് വെസലുകൾ നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല, അൾട്രാ ലാർജ് വെസലുകൾ വന്നാലുള്ള ഗുണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ഷിപ്മെന്റ് പൂർണ്ണമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അയൽ രാജ്യത്തിലെ ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നത് നമ്മളാണ്. നമ്മുടെ ട്രാൻസ്ഷിപ്മെന്റ് നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത് സിംഗപ്പൂരിൽ നിന്ന് വരുന്ന കപ്പലുകളാണെങ്കിൽ നേരെ കൊളംബോയിൽ കണ്ടെയ്നർ ഇറക്കി വെച്ചതിന് ശേഷം അത് ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. ഇനി യൂറോപ്പിൽ നിന്നൊരു കപ്പൽ വരികയാണെങ്കിൽ ചിലപ്പോൾ ജബലേലി, ദുബായിലേക്ക് ഇറക്കി വെച്ചിട്ട് അവിടെ നിന്നും ആ കപ്പലിൽ നമ്മുടെ പോർട്ടിൽ വരുമായിരുന്നു. ഇല്ലെങ്കിൽ സിംഗപ്പൂരിൽ, ചൈനയിൽ നിന്ന് വരുന്ന കപ്പലുകൾ ചിലപ്പോൾ സിംഗപ്പൂരിലായിരിക്കും ഈ പറയുന്ന കണ്ടെയ്നർ ഇറക്കി വെക്കുക. അതിനുശേഷം സിംഗപ്പൂർ അല്ലെങ്കിൽ ഈ പറയുന്ന കൊളംബോ അല്ലെങ്കിൽ ഈ ദുബായ് ഇവിടെയുള്ള പോർട്ടിൽ നിന്നാണ് ഫീഡർ വെസലായിട്ട് നമ്മുടെ പോർട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലെ ഉരുക്ക് മനുഷ്യർ എന്ന് പറയുന്നവരാണ് ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെയാണ് ഈ കപ്പലിന്റെ റോപ്പ് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ കുറ്റി പോലെ കാണുന്ന ഈ പോർഷൻ ബൊളാറ്റ്സ് എന്ന് പറയുന്നത്, ബൊളാറ്റ്സിൽ മൂറിംഗ് ടീം ടൈ ചെയ്യുന്നത് വളരെ വളരെ കഠിനമായ ഒരു ജോലി തന്നെയാണ് ഈ ജോലി. കാരണം റോപ്പ് വെള്ളത്തിൽ വിടുന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് വരിക. എപ്പോഴും നേരെ കിട്ടിയെന്നല്ല, നല്ലൊരു വെയിറ്റ് ഉണ്ട് റോപ്പിന്. അപ്പോൾ ആ റോപ്പ് വെള്ളത്തിൽ വിഞ്ഞാൽ നനഞ്ഞു കഴിഞ്ഞാൽ അത് വലിച്ച് ഈ ബൊളാറ്റ്സിലിടാൻ വളരെ വളരെ പാടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ പലപ്പോഴും വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ വളരെ ഫാസ്റ്റായിട്ട് അത് നടത്തുകയും വേണം. എനിക്കൊന്ന് പോർട്ടിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ഇത് തന്നെയാണെന്നാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണാനായി സാധിക്കുന്നത്. കാരണം കുറച്ച് ബുദ്ധിയും വേണം, അതുമാത്രമല്ല കുറച്ച് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനായി സാധിക്കുള്ളൂ. ആ ജോലിക്ക് റെഡിയായിട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ സൈഡിലുള്ളവർ തന്നെയാണ് ഈ മൂറിംഗ് ടീം എന്ന് പറയുന്നത്. അവരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അവർ തന്നെയാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ പോർട്ടിലുള്ളത്. എനിക്ക് തോന്നുന്നു 3-4 ടീമുണ്ട്. കാരണം കപ്പൽ 1-2 കപ്പലയക്കി ഒരേ സമയം ചില ബെർത്ത് ചെയ്യുന്നു. നമ്മളെ പോർട്ടിൽ നമുക്കറിയാം 3 കപ്പലോളം ഒരേ സമയം ബെർത്ത് ചെയ്തിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ STS ക്രെയിനുകളെല്ലാം മൂവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള STS ക്രെയിൻ ആയതിനാൽ ഒരു ട്രാക്കിലൂടെ മൂവ് ചെയ്യാനായി സാധിക്കും. അതിനാൽ ട്രാക്ക് ക്രമീകരിച്ച് 3 കപ്പലുകൾ ഒരേ സമയം നമുക്ക് ബെർത്ത് ചെയ്യാനായി സാധിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന കപ്പലിലെ ക്രൂവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുവഴിയായിരിക്കും നമ്മുടെ ഈ ചെറിയൊരു റോപ്പും കാണാൻ സാധിക്കും. ചെറിയൊരു റോപ്പാണ്. ഈ റോപ്പ് ഈ ബെർത്തിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഈ റോപ്പിലാണ് ഹെവി റോപ്പ് ടൈ ചെയ്യുന്നത്. എന്നിട്ടാണ് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട റോളറുണ്ട്, ഈ റോപ്പ് റോൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ബൊളാറ്റ്സിൽ ടൈ ചെയ്തതിന് ശേഷം റോളർ ഓട്ടോ മെഷീനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് മാൻമേഡ് അല്ല, മെഷീനാണ്. അപ്പോൾ നിലവിൽ അത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കറക്റ്റ് ടൈറ്റിലാവുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. അങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന ഈ മൂറിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്, മൂറിംഗ് റോപ്പിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് MSC നിക്കോളോ മാസ്ട്രോ നമ്മുടെ കപ്പൽ ചാലിലൂടെ നമ്മുടെ പോർട്ടിൽ വന്ന് തിരിഞ്ഞ് 180 ഡിഗ്രി തിരിഞ്ഞ് ബെർത്ത് ചെയ്യുന്ന വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെർമിനൽ 2-ലാണ് ഇപ്പോൾ ബെർത്ത് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രവുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ അപ്ഡേഷനും, അത് വർക്ക് അപ്ഡേഷൻ ആയിക്കോട്ടെ, ഷിപ്പ് ട്രാക്കിംഗ് ആയിക്കോട്ടെ, ആ ട്രാക്ക് ചെയ്ത കപ്പൽ ചാലിലൂടെ പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന ഉൾപ്പെടെ വീഡിയോ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.